പേഷ്യന്റിന് ഡയബറ്റീസ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഡ്രഗ്സ് ആണ് കൊടുക്കുക. അതിൻ്റെ കൂടെ പേഷ്യന്റെ സൈഡത്തെ എഫേർട്ട് ലൈക്ക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. സോ നമ്മൾ കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഷുഗർ ലെവൽ റൈസ് ചെയ്യാതിരിക്കാനും പിന്നെ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും. ഡയബറ്റീസ് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പേഷ്യന്റെ കയ്യിലുള്ളത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് സാധനമായിട്ട് തോന്നും, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഡയബറ്റീസ് കൺട്രോൾ നല്ലൊരു വ്യത്യാസം കാണാം. വേറൊരു മേജർ ഡൗട്ട് ഫ്രം ദി പേഷ്യന്റ് സൈഡ് കിട്ടിയിരിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഹായ്, ഐ എം ഡോക്ടർ യാര. ഞാൻ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആണ് ഫാത്തിമ ഹോസ്പിറ്റലത്തെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വളരെ കോമൺ ഒരു ഡിസീസ് ആണ് ഡയബറ്റീസ്. ആ ഡയബറ്റീസിലും എന്തിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ലൈക്ക് പേഷ്യന്റിന് ഡയബറ്റീസ് ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതും പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഡ്രഗ്സ് ആണ് കൊടുക്കുക. അതിൻ്റെ കൂടെ പേഷ്യന്റെ സൈഡത്തെ എഫേർട്ട് ലൈക്ക് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ അതിലെന്താ ചെയ്യാൻ പറ്റുമെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് കമ്മിങ് ടു സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. ഇതിന്റെ പേര് ഹൈപ്പർ ഓസ്മോളർ സിംറ്റംസ് ആണ്. ദാറ്റ് മീൻസ് ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുമ്പോൾ വരുന്ന സിംറ്റംസ്. ആൻഡ് ഇത് മെയിൻലി 4 കാർഡിനൽ സിംറ്റംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് പോളിഡിപ്സിയ, മീൻസ് പേഷ്യന്റെ തേഴ്സ്റ്റ് ലെവൽ വളരെ കൂടുതലായിരിക്കും. പിന്നെ പോളിയൂറിയ, ലൈക്ക് തേഴ്സ്റ്റ് കൂടും. പിന്നെ പോളിയൂറിയ യൂറിൻ എമൗണ്ട് പോകുന്ന വളരെ കൂടുതലായിരിക്കും. പിന്നെ പോളിഫേജിയ, ദാറ്റ് മീൻസ് വിശപ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടായാലും വിശപ്പ് കൂടിയാലും വെയിറ്റ് ലോസ് ആണ് ഉണ്ടാവും, വെയിറ്റ് ഗെയിൻ അല്ല. സോ ഈ 4 സിംറ്റംസ് ദാറ്റ് ഇസ് പോളിഡിപ്സിയ, പോളിയൂറിയ, പോളിഫേജിയ ആൻഡ് വെയിറ്റ് ലോസ് ഇതാണ് കാർഡിനൽ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്. സോ ഇത് ഉണ്ടായാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ ദ പേഷ്യന്റ് ടു ഐഡന്റിഫൈ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവാം ആൻഡ് ചെക്ക് ദ പേഷ്യന്റ് ഷുഡ് ബി ടെസ്റ്റഡ്. സോ വൺസ് ഡയബറ്റീസ് എന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പേഷ്യന്റെ കയ്യിലുള്ളത് ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. അപ്പോൾ ഡയറ്റ്, ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ്. ഇപ്പോൾ എക്സസൈസിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വീട്ടിൽ ബ്രിസ്ക് വാക്കിംഗ് ആണ്. അപ്പോൾ മോർണിംഗ് ഒരു 15 minutes ബ്രിസ്ക് വാക്കും ഈവനിങ് ഒരു 15 minutes ബ്രിസ്ക് വാക്ക്. ദാറ്റ് അമൗണ്ട്സ് ടു ഒരു 30 minutes ഓഫ് എക്സസൈസ് പെർ ഡേ. സോ ദാറ്റ് ഇസ് മോർ ദൻ സഫിഷ്യൻറ്റ്. പിന്നെ ഡയറ്റ് പറയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഗൈഡ് ലൈൻസ് അതിൽ ഡയബറ്റിക് ഡയറ്റ് ഇറ്റ്സ് മെൻഷൻഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ്, എത്ര പെർസെൻറ്റേജ് പ്രോട്ടീൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു എ പേഷ്യൻസ് ലാംഗ്വേജ്. പേഷ്യന്റിന് അതിങ്ങനെ മനസ്സിലാക്കി കൊടുക്കാണ്. ഇപ്പോൾ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റ് നമ്മൾ കഴിക്കുന്ന 3 meals ഉണ്ട്, ലൈക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അതിന് അതുപോലെ തന്നെ കഴിക്കുക 3 meals. അതിന് കൂടെ 3 snacks കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഐഡിയ ഈസ് നമ്മൾ കഴിക്കുന്ന 3 mealsന്റെ ക്വാണ്ടിറ്റി ഹാഫ് ആക്കിയിട്ട് അതിനിടയിൽ ഫില്ലിംഗ് ആയിട്ട് സ്നാക്സ് കഴിക്കുക. സോ നമ്മൾ കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് ഷുഗർ ലെവൽ റൈസ് ചെയ്യാതിരിക്കാനും പിന്നെ ഒരു ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും. അപ്പം കഴിക്കുന്ന 3 major mealsലും ലൈക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഹോൾ ഗ്രെയിൻ ആണ് മോർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ കഴിക്കുന്ന നോർമൽ റൈസ് ദോശ അല്ലെങ്കിൽ റൈസ് ഇഡ്ലിക്ക് പകരം റാഗി ദോശ, റാഗി ബെറ്റർ ബിക്കോസ് ഗ്ലൈസമിക് ഇൻഡെക്സ് അതിന്റെ കുറവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് പറഞ്ഞാൽ ദ എമൗണ്ട് ടു വിച്ച് ഷുഗർ റൈസസ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവൽ എത്ര റൈസ് ചെയ്യുമെന്ന് നോക്കുന്നതാണ്. അപ്പോൾ റൈസിന് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി റാഗി വീട്ടിനൊക്കെ കുറവാണ്, റാഗി ഗോതമ്പ് അതിനൊക്കെ കുറവാണ്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സപ്പോസ് ഇപ്പോൾ ഒരു 3 ഇഡ്ഡലിയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഹാഫ് ആക്കിയിട്ട് ഒരു 2 ഇഡ്ഡലി ആക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ 11 o'clock ഒരു സ്നാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ സ്നാക്ക് നോൺ റൈസ് ബേസ്ഡ് ഐറ്റം, പ്രോട്ടീൻ ബേസ്ഡ് ഐറ്റംസ് ആയിട്ട് കഴിക്കുക. ഇപ്പോൾ കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ ചെറുപയർ പുഴുങ്ങിയത് അതൊക്കെ പ്രോട്ടീനാണ്. അപ്പം അതൊരു 11 o'clock സ്നാക്കായിട്ട് എടുക്കുക. പിന്നെ ഒരു ഉച്ചയ്ക്ക് കഴിക്കുന്നതും റൈസ് ക്വാണ്ടിറ്റി ഹാഫ് ആക്കുക, ഒരു കപ്പ് റൈസ് ആക്കുക. പിന്നെ അതിന് കൂടുതലായിട്ട് വെജിറ്റബിൾസും കറി മെയിൻലി പരിപ്പ് ബേസ്ഡ് ആണ്, അത് പ്രോട്ടീൻ ആണ്. അപ്പൊ അത് രണ്ടും കോമ്പൻസേറ്റ് ചെയ്യും, റൈസ് കുറയ്ക്കുന്ന കോമ്പൻസേറ്റ് ചെയ്യും, ഇത് രണ്ടും കൂട്ടുക. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട് വെജിറ്റബിൾസ് ഒഴിവാക്കുക. അങ്ങനെ വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ്, കപ്പ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നത് 4 o'clock ഒരു സ്നാക്കായിട്ട് എടുക്കുക. പിന്നെ ആ സ്നാക്കിന് കഴിക്കുന്ന ലൈക്ക് ഇപ്പോൾ ചായ ആണെങ്കിൽ ചായ മധുരിടാതെ, പിന്നെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഫൈബർ റിച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുക. പിന്നെ വേണമെങ്കിൽ മുട്ട കഴിക്കാം, മുട്ടയുടെ യെല്ലോ ഒഴിവാക്കുക. യെല്ലോയിലാണ്, മുട്ടയുടെ മഞ്ഞയിലാണ് കൂടുതൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത്. വൈറ്റിൽ പ്രോട്ടീൻ ആണ്, അപ്പം മുട്ടയുടെ വെള്ള കഴിക്കാം. പിന്നെ നൈറ്റ് ഒരു 11 o'clock നൈറ്റ് ഡിന്നറിന് ചപ്പാത്തി ആക്കുക, റൈസ് ഒഴിവാക്കുക, 2 ചപ്പാത്തി. പിന്നെ അതിൻ്റെ കൂടെയുള്ള വെജിറ്റബിളും
കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ നൈറ്റിൽ 2 ചപ്പാത്തി ആക്കുമ്പോൾ എന്തായാലും ഒരു 11 ആകുമ്പോൾ പിന്നെയും വിശക്കും. അപ്പോൾ ആ സമയത്ത് എഗെയിൻ ഇങ്ങനത്തെ ഗ്രെയിൻസ് ബേസ്ഡ് അല്ലാത്ത ഐദർ പിന്നെ പ്രോട്ടീൻ ബേസ്ഡ് ഡയറ്റ് എടുക്കുക, ലൈക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ, ഇല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ സാലഡ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു നൈറ്റ് സ്നാക്ക് ബിഫോർ സ്ലീപ്പിംഗ്. പിന്നെ വേറൊരു മേജർ ഡൗട്ട് ഫ്രം ദി പേഷ്യൻസ് സൈഡ് കിട്ടിയിരിക്കുന്നത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ ഫ്രൂട്ട്സിലും മേജർ ഫ്രൂട്ട് ടു ബി അവോയ്ഡഡ് അത് മാങ്ങ, പഴം, അതിനൊക്കെ നല്ല ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അത് കഴിച്ചാൽ ഷുഗർ നല്ലോണം കൂടും, ചക്ക അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഡെയിലി വൺസ് ഷുഗർ ലെവൽസ് ഒന്ന് കൺട്രോൾ ആയി കിട്ടിയാൽ ഡെയിലി 1 ഫ്രൂട്ട് പെർ ഡേ കഴിക്കുക. ലൈക്ക് ആപ്പിൾ, പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് എന്നുവെച്ചാൽ ഈ ഓറഞ്ച്, മുസംബി, സിട്രസ് ഫ്രൂട്ട്സ് അലൗഡ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ടോപ്പിക് ആണ്, ബട്ട് ഒരു പേഷ്യന്റിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അത് വെച്ചിട്ട് ഒരു കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സിമ്പിൾ ആയിട്ട് സാധനമായിട്ട് തോന്നും, പക്ഷെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഡയബറ്റീസ് കൺട്രോൾ നല്ലൊരു വ്യത്യാസം കാണാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ഇല്ലെങ്കിൽ അബവ് മെൻഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്ത ടോപ്പിക്കായിട്ട് പിന്നെ കാണാം.